creativejay. Our new video schedule is assigned to every Sundays at 10 a.m. and every Wednesdays at 7 p.m. And sorry for today. And let's go to the video. അപ്പോഴേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയുടെ ബോട്ടിലാണ്. നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് കാർഡ്ബോർഡ് പീസസ് ട്രയാങ്കുലർ ഷേപ്പിൽ മുറിച്ചെടുക്കുകയാണ്. അതൊരു റൂഫ് പോലെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ബോട്ടിൽ കണ്ടില്ലേ, അതിൻ്റെ ഒരു അറ്റത്ത് കുറച്ച് സ്ലോപ്പി ആയിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഇതിങ്ങനെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വരുന്ന ഭാഗത്ത് നമുക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചാൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. ഇനി ബോട്ടിലിൽ മുഴുവനായിട്ടും ന്യൂസ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് നല്ല മെസ്സി ആയിട്ടുണ്ടാവും കേട്ടോ. കാരണം ഇത് കുറേ മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. സോ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു ഭംഗിയൊന്നും ഇല്ലാതെ കുറച്ച് മെസ്സി ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. ആൻഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ന്യൂസ് പേപ്പർ മാത്രം മതി. വേറെ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വൈറ്റ് സിമെൻറ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് സിമെൻറ്റ് കുറച്ച് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നാക്കി ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. വേണമെങ്കിൽ സാൻഡ് പേപ്പർ കൊണ്ടൊന്ന് ഉരച്ച് ഷേപ്പാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ സിമെൻറ്റ് പ്രൈമർ അടിച്ചു കൊടുക്കുകയാണ്. സിമെൻറ്റ് പ്രൈമർ അടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമെൻറ്റ് പ്രൈമർ അടിച്ചു കൊടുക്കാം. കാരണം നമ്മൾ സിമെൻറ്റ് പ്രൈമർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പെയിൻ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഈവനായിട്ടൊക്കെ ഉണ്ടാവും. ഇനി അതിൻ്റെ പുറത്ത് നമുക്ക് ഇതുപോലെ വേസ്റ്റ് വന്നിട്ടുള്ള ടാബ്ലറ്റ് റാപ്പേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ടാബ്ലറ്റ് റാപ്പേഴ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് രൂപത്തിൽ ചെയ്യണത് കൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു ടാബ്ലറ്റ് റാപ്പേഴ്സൊക്കെ യൂസ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് റാപ്പേഴ്സിൻ്റെ ആ ഒരു ഗുളികയുടെ ഭാഗം മുറിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ബാക്കി വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും? കളയരുത്. ഇതുപോലെ റൂഫിൻ്റെ അവിടെ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ നല്ലൊരു ടെക്സ്ചർ കിട്ടും കേട്ടോ. ഇനി ഇതെന്താണെന്നറിയോ? ഇതാണ് സാൻഡ് ക്ലേ. അതായത് നമ്മുടെ സാധാരണ പൊടിമണ്ണില്ലേ, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലേ ആണ്. ഇതുകൊണ്ട് ഞാൻ അധികമൊന്നും വർക്കൊന്നും ചെയ്തിട്ടില്ല. അതിപ്പോഴും ഒരു എക്സ്പെരിമെൻ്റൽ ഫേസിൽ ഇങ്ങനെ കിടക്കുകയാണ്. നന്നായിട്ട് ഒന്നുകൂടെയൊക്കെ ഉണ്ടാക്കിയിട്ട് വിജയിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ അത് ചെയ്യണേന്ന്. Now let's go to the painting phase. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ റൂഫിന് നമ്മൾ ഒരു മെറൂൺ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ നമ്മൾ കുറച്ച് ടാബ്ലറ്റ് റാപ്പേഴ്സ് ബ്രിക്ക് പോലെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നമുക്ക് ഈ ഒരു കളറ് കൊടുക്കാം. അപ്പം ഈ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതലും കുറച്ച് നമ്മൾ അക്രിലിക് പെയിൻറ്റിൻ്റെ കൂടെ തന്നെ കുറച്ച് വൈറ്റ് ഗ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് സ്റ്റേബിളായിട്ട് അവിടെ തന്നെ നിന്നോളൂ കേട്ടോ. സാധാരണ ലോവർ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ഉണ്ടല്ലോ, ലോ പ്ലാസ്റ്റിക്സ്, അതിലൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പം ആ പെയിൻറ്റ് അവിടെ എങ്ങനെ പറ്റി പിടിക്കാതെ ഉണ്ടാവും. അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ഗ്ലൂ ആയിട്ട് മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് സഹായിക്കും. അപ്പം നമ്മൾ ഈ ഒരു ബോട്ടിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള രണ്ട് സർഫസിൽ ഇതുപോലെ ബ്ലൂ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ടീൽ ബ്ലൂ കളറാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു പോർഷനിൽ ഒരു ഫിഗറിൻ സ്കൾപ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാനിവിടെ ഭരതനാട്യത്തിൻ്റെ 2 പോസസ്സാണ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 ഫ്ലാറ്റ് ഏരിയാസ് ഉണ്ടല്ലോ അവിടെ സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്കൾപ്റ്റിംഗ് ഒന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. കാരണം ബോഡി സ്കൾപ്റ്റിംഗ് ഒക്കെ ഇഷ്ടം പോലെ നമ്മളുടെ വീഡിയോസിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇഫ് യു ആർ വാച്ചിങ് മൈ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം, then please watch my other videos for detailed sculpting of face and the body. I will share the link in the description box. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നിട്ട് കുറേ നാൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട്. സോ അതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഒന്നും തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനത് യൂട്യൂബിന് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നില്ല. സോ അതുകൊണ്ടാണ്. അപ്പോൾ മറ്റ് വീഡിയോസൊക്കെ അതുകൊണ്ടാണ് ഞാൻ പഴയ വീഡിയോസ് ഇപ്പോൾ ഇടുന്നത്. കാരണം ഓൾറെഡി എല്ലാ ഭാഗങ്ങളും സ്കൾപ്റ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഇതിനു മുമ്പ് ഇഷ്ടംപോലെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ്. ആൻഡ് ഇപ്പുറത്തെ സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു പോസാണ് കൊടുത്തിട്ടുള്ളത്.
ഒരു സൈഡിൽ ശിവൻ്റെ പോസും മറ്റേ സൈഡിൽ ദേവിയുടെ പോസുമാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് എനിക്ക് ഭരതനാട്യം ഭയങ്കര ഇഷ്ടമാണ്. ഭരതനാട്യമല്ല എല്ലാ ഡാൻസ് ഫോംസും. സോ അവർക്കൊരു ട്രിബ്യൂട്ടായിട്ടാണ് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളുടെ ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബോട്ടിൽ ആർട്ട്. അപ്പോൾ ഇത് നമ്മൾ സിമെൻറ്റിൽ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഒരു വെയിറ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ടാവും. ഒരുപാട് വെയിറ്റ് അല്ല, ആവശ്യത്തിന് വെയിറ്റ് ഒക്കെ ഉണ്ടാവും. നമുക്ക് നല്ലൊരു ഷോ പീസായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ വീട്ടിൽ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡാൻസ് ക്രേസ് ഉള്ള ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും നല്ലതാണ്. ഇതൊരു കുറച്ചൊരു ട്രഡീഷണൽ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് പകരം വേറെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ കൃഷ്ണനെയോ ഒക്കെ സ്കൾപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ടെമ്പിൾ പോലെയൊക്കെ നിങ്ങൾക്ക് സ്കൾപ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഗോഡിൻ്റെ വേറെ ഏതെങ്കിലും ഐഡൽസൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയ വെച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ ഏകദേശം 2019 ഈ ഒരു ക്രിയേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ 2021 ഇപ്പോൾ 2 വർഷം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ചൊന്ന് മിനുക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്രിയേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇന്നത്തെ സെലക്റ്റഡ് കമൻറ്റിലേക്ക് പോവാം. താങ്ക് യു ബിന്ദു ആൻറ്റി ഫോർ ദിസ് ലവ്ലി കമൻറ്റ്. Thank you, sweetheart. Creative Girl, she is one of my lovely subscribers. And thank you, Simna. Thank you so much. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ലവ്ലി കമൻറ്റ്സ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ബുധനാഴ്ച കാണാം. Till then, thank you for watching. Cheers.